It's me Rinus. Welcome back to my channel. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ അഞ്ഞൂര് പാർക്കാടി അമ്പലത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പാർക്കാടി അമ്പലമാണ് ബാക്കിലുള്ളത്. എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, അഞ്ഞൂര് പാർക്കാടി പൂരം ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പൂരമാണ് കേട്ടോ. അപ്പൊ ആ അമ്പലത്തിന്റെ പാർക്കാടി പൂരം നടക്കുന്ന ഒരു പാടാണിത്. നമ്മുടെ ചാനലില് ആദ്യമായിട്ട് ഒരു വിന്റേജ് കാറിനെ പരിചയപ്പെടുത്താൻ പോവാണ്. അതും വിന്റേജ് കാർ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് പറയാണ് ഒരു അംബാസിഡറിനെയാണ്. അതും 62 വർഷം പഴക്കമുള്ള 1962 മോഡൽ ആയിട്ടുള്ള 62 വർഷം പഴക്കമുള്ള ഒരു അംബാസിഡർ. കാറ് നമ്മൾ പരിചയപ്പെടുന്നതിന്റെ ഒപ്പം തന്നെ പരിചയപ്പെടേണ്ട ഒരാളാണ് അഷ്കർ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന സുരേഷ് ഏട്ടൻ. സുരേഷ് ഏട്ടനെ നമുക്ക് പരിചയപ്പെടാം. എത്ര നാളായി ആളുടെ കയ്യിൽ വണ്ടി കിട്ടിയിട്ട്, എങ്ങനെയാണ് അത് സൂക്ഷിക്കുന്നത്? നമസ്കാരം സുരേഷ് ഏട്ടാ. സുരേഷ് ഏട്ടനെ കാറിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് എന്താ പറയാനുള്ളത്? എനിക്കിത് 1962 മോഡല് വണ്ടിയാണിത്. അംബാസഡറിന്റെ OH ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ OH വാഹനമാണ് ഏറ്റവും. ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനം ലാൻഡ് മാസ്റ്റർ ആയിരുന്നു. അന്നത്തെ കാലത്തൊന്നും ഇവിടെ കാറിന്റെ നിർമ്മാണം ഇവിടെ ഇല്ല. കൽക്കട്ടയിലാണ് ഇപ്പോൾ അംബാസഡറിന്റെ നിർമ്മാണം ഉള്ള ഫാക്ടറി ഉണ്ടായിട്ടുള്ളത്. പക്ഷെ പഴയ കാലത്തൊക്കെ വാഹനം ജർമ്മനിയിൽ നിന്നാണ് വാഹനം ഷിപ്പിനാണ് വന്നിരുന്നത്. ഈ വാഹനമൊക്കെ അത്തരത്തില് ഷിപ്പിൽ വന്ന വാഹനമാണെന്ന് എന്റെ മുന്നേ ഗുരുക്കന്മാര് ആശാന്മാര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ എംബ്ലത്തിൽ നോക്കുമ്പോൾ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും ഉള്ള പഴയ അതിന്റെ സ്റ്റിക്കിന്റെ മുകളിൽ നോക്കുമ്പോൾ ആ ഇംഗ്ലണ്ട് എന്നുള്ളത് ഇപ്പോഴും അതിന്റെ മുകളിൽ കാണാൻ പറ്റും. നമുക്ക് കയ്യിൽ കിട്ടിയിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തില്ല. അതൊക്കെ പഴയ കമ്പനിയുടെ കമ്പനി അത് തന്നെയാണ്. പ്ലേറ്റ് ചെയ്ത് ഒക്കെ ചെയ്ത് പോകുന്നു. മെയിൻ്റെനൻസ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. എന്നാലും നമ്മൾ നല്ല രീതിയിൽ നോക്കി കൊണ്ടുവരുന്നത്. ഇവിടെ തന്നെ ഉണ്ടോ ഇത് ചെയ്യുന്ന? ഉണ്ട്. ഇവിടെ ഒറ്റപ്പാലത്തുണ്ട്. പിന്നെ ഇവിടെ നാട്ടില് കുന്നംകുളത്ത് ഉണ്ട്. വിൽക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇല്ല. ഇത് നമ്മുടെ ഒരു കുടുംബ സ്വത്തായിട്ട് പാരമ്പര്യമായിട്ട് അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. ഐശ്വര്യമുള്ള തീർച്ചയായിട്ടും ഐശ്വര്യമുള്ളതാണ്. ഇന്ന് ഈ വാഹനം വന്നതിന് ശേഷം എനിക്ക് അതിന് ശേഷം 10-20 വാഹനങ്ങൾ എനിക്ക് വാങ്ങിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സൂപ്പർ. ഞാൻ വാങ്ങിച്ചു. ഈ വണ്ടി വന്ന പിന്നെ 20ഓളം വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള ഭാഗ്യം ഉണ്ടായെന്നാണ് സുരേഷ് ഏട്ടൻ പറയുന്നത്. അപ്പൊ അത്രയും രാശിയുള്ള വണ്ടിയാണ് അല്ലെ. അപ്പൊ സുരേഷ് ഏട്ടൻ ഇത് ആർക്കും കൊടുക്കില്ല, നിങ്ങൾ ഇത് ആരോട് ചോദിച്ചു വരണ്ട കേട്ടോ. ഇതാണ് എഞ്ചിൻ അല്ലേ? ഇത് എഞ്ചിൻ അല്ല ഇത് ഇറക്കിയതാണ്. ഓക്കെ. ഇത് കൂടുതൽ ബാറ്ററി. മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവമായിട്ട് ഓർമ്മയിലുണ്ടോ? ഉണ്ട്. ഞാൻ 1991 എന്റെ മാരേജ്, എന്റെ കല്യാണം കഴിയുന്നത്. അപ്പൊ അന്ന് കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ വണ്ടി കളവ് പോയി. നമ്മള് പിന്നെ പുലർച്ചെ തെരഞ്ഞ് പോയി, അന്വേഷിച്ചു പോയി. കൊടുങ്ങല്ലൂര് ഭാഗത്തുനിന്ന് കോതപറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് റോഡരികില് ഉപേക്ഷിച്ച് നിലയില് എടുക്കണം. അപ്പൊ വാഹനം എന്നെ കാണുമ്പോ എന്നെ കാത്ത് നിൽക്കുന്ന മാതിരിയാണ് വാഹനം നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങള് ചെല്ലുന്ന സമയത്ത് നമ്മളെ കാത്തു കിടക്കുന്ന രീതിയിൽ ആണ് വണ്ടി നിൽക്കുന്നത്. അങ്ങനെ കേറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഒരു കുഴപ്പമില്ല. എങ്ങനെയാ അവിടെ എത്തിയെന്നുള്ളത് ഒന്നും അറിയില്ല. ഇന്നത്തെ മാതിരിയുള്ള ഒരു ഫൂളാക്കുന്ന പോലത്തെ ഇതാണോ എന്ന് പറയാൻ പറ്റില്ല. കളിയാക്കാന്നുള്ള ഒരു ഇതുണ്ടാവൂല. അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് തോന്നിയത്. സ്നേഹിതന്മാരാണോ ആരാണോ വെളിപ്പെട്ടിട്ടില്ല. ഇത് ആരാണ് ഇത് ചെയ്തതെന്നുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ, കമന്റ് ചെയ്യണേ. എന്തെങ്കിലും ഇത് ഇപ്പോഴും അജ്ഞാതമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നാ പറയണേ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കാണുന്നവർക്ക് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി തരാനൊന്നല്ല, ഒന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെന്താ? പിന്നെ ഇതുവരെ ഇത്രയും കാലമായിട്ട് ഒരു ആക്സിഡന്റോ
യാതൊന്നും ഉണ്ടായിട്ടില്ല. ഒരാളുടെ കാലിന്റെ വിരലിന്റെ മുകളിൽ പോലും കയറിയിട്ടില്ല. അല്ല അങ്ങനെ ഒരു അപകടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ വണ്ടി മാത്രല്ല വേറെ വണ്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പ്രത്യേകിച്ച് ഈ വണ്ടിയിൽ പോവാത്ത സ്ഥലങ്ങളില്ല. ഒരുപാട് സ്ഥലങ്ങൾ, കൊടൈക്കനാല്, ഊട്ടി, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് ദൂരയാത്രകളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ പടക്കുതിര എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും പറയാം, പടക്കുതിരയായിട്ട് തന്നെ കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോ നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ഒന്ന് നോക്കിയാലോ? ഞാൻ 1986 മുതൽ ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ ഫീൽഡിൽ ഉള്ള ഒരാളാണ്. പക്ഷെ അന്നത്തെ ഫസ്റ്റ് ലൈസൻസ് തന്നെ 86 മുതൽ. പക്ഷെ ആ ഫസ്റ്റ് ലൈസൻസ് തന്നെ ഈ കാറിന്റെ മുകളിലാണ് ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് തൊട്ട് ഇന്നേ വരെ എന്ന് പറഞ്ഞാൽ ഇതില് 10,000-കണക്കിന് ആളുകള് ഡ്രൈവിംഗ് പഠിച്ച് തൊഴിൽ തേടി വിദേശത്തും പല സ്ഥലത്തും പല ഉന്നതിയിലും എത്തിയിട്ടുള്ള ഒരുപാട് ശിഷ്യന്മാരും സമ്പത്തുള്ള ഒരു വാഹനം കൂടിയിട്ടാണ്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ ഇതിൽ പഠിച്ച ആൾക്കാർക്കും ഇത് മറക്കാൻ കഴിയില്ല. അവരും എന്നും ഈ വാഹനത്തിനെ ഓർക്കും. എപ്പോ എന്നോട് എന്റെ ശിഷ്യന്മാർ ഇപ്പോഴും പറയാറുണ്ട്, എന്ത് വന്നാലും സുരേഷ് ഏട്ടാ ഈ വാഹനം ഒരിക്കലും കൈമാറരുത്, ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് എപ്പോഴും കാണാനൊരു ഓർമ്മയ്ക്ക് ഇവിടെ വേണോട്ടാന്ന് നമ്മുടെ നല്ല ശിഷ്യര് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വണ്ടി കണ്ടുകൊണ്ടിരിക്കുന്ന, അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയാണ് ഈ വണ്ടിയിൽ ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ളതെന്നൊക്കെ കമന്റ് ചെയ്യട്ടോ. 10,000-കണക്കിന് ആളുകള് വണ്ടി ഓടിച്ച് പഠിച്ചിട്ട് നമ്മുടെ നാട്ടിലുണ്ട്, വിദേശത്തുണ്ട് എന്നാണ് സുരേഷ് ഏട്ടൻ പറയുന്നത്. അപ്പൊ ആരൊക്കെയാണ് ഈ വണ്ടിയിൽ ഡ്രൈവിംഗ് പഠിച്ചതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം, മറക്കാതെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ അംബാസിഡർ കാറ് ആദ്യമായിട്ട് ഓടിച്ചു നോക്കാൻ പോവാണ്. സുരേഷ് ഏട്ടൻ ഡ്രൈവിംഗ് മാഷായിട്ടുണ്ട് കേട്ടാ, അല്ലാണ്ട് എനിക്കറിയില്ല. ഹാൻഡ് ഗിയർ ഒക്കെയാണ്. അപ്പോ ലെറ്റ്സ് ഗോ. ഇവിടെ കേട്ടോ ഇതിന്റെ ഗിയർ, ഈ ഹാൻഡ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതിങ്ങനെ മുകളിലേക്ക് തട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ആയി. നമ്മള് അടിപൊളി ഫീലാണ്ടാ, സൂപ്പറാണ്. ഇതാണ് നമ്മളെ ക്ലച്ച് ഫുള്ളായി ചവിട്ടുക നമ്മള്. അപ്പൊ ഹാൻഡ് ഗിയർ എങ്ങനെയാന്ന് പലർക്കും അറിയണ്ടാവില്ല. ഇച്ചിരി ടഫാന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷെ ഞാൻ ഓടിച്ചു നോക്കിയപ്പോ സിമ്പിൾ ആട്ടോ. ആദ്യം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മള് ഫസ്റ്റ് ഇടുക, ഫസ്റ്റ്, സെക്കൻഡ്, പിന്നെ കൈ ഇങ്ങനെ അടിക്കുക, തേർഡ്, ഫോർത്ത്. ഓക്കെ, പിന്നെ ഇങ്ങനെ ആവുമ്പോ ന്യൂട്രൽ.
ഓക്കെ ഓക്കെ. സിമ്പിൾ ആണ്. ഈ ഒരു റിങ്ങില് ഈ റിങ്ങിലാണ് ഹോണ്. ഇൻഡിക്കേഷൻ ഇത്. പിന്നെ ക്ലസ്റ്റർ നോക്ക്. ക്ലസ്റ്റർ ശുദ്ധവായു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് പണ്ടത്തെ കാറുകൾക്കൊക്കെ ഉള്ളത്. ഇപ്പോഴത്തെ കാറിനില്ല. അപ്പൊ ഇതിന്റെ സിസ്റ്റം നോക്കിക്കോളോ, ഇങ്ങനെ. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ലോക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പഴയ ഒരു ഡിക്കിയാണ്. നമുക്ക് നോക്കാം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. ഡിക്കിയുടെ ഡോറിനൊക്കെ നല്ല വെയിറ്റ് ആണ്. നമ്മള് ഹൈഡ്രോളിക് സിസ്റ്റം ഒന്നല്ല. ഇങ്ങനെ അതിങ്ങനെ ഒരു സിസ്റ്റം ആണ്, പഴയ ഒരു സിസ്റ്റം. ഇരുന്നോളും. നോക്കുമ്പോ ബൂട്ട് സ്പേസ് നോക്ക്, അത്യാവശ്യം സ്ഥലമുണ്ട്. രണ്ടുപേർക്കൊക്കെ ഇരിക്കാമല്ലോ വേണമെങ്കിൽ. ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈ ബ്ലേഡ് പോലെ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് സുരേഷേട്ടൻ പറയണേ. അപ്പൊ നമുക്കിങ്ങനെ ടെയിൽ ലാമ്പാണിത്. നമ്പർ പ്ലേറ്റ് ഇവിടെ. ഇത് രാത്രിയിൽ നമുക്കിത് തെളിഞ്ഞ് കാണാൻ പറ്റും കേട്ടോ. ലൈറ്റ് ഉണ്ട് ഇവിടെ. ഇപ്പോഴത്തെ ആൾക്കാർക്ക് പഴയ വണ്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് ഇഷ്ടമില്ല ഉപയോഗിക്കാനായിട്ട്. ഇച്ചിരി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. നോക്കൂ, അലൈ വീൽസ് ഒക്കെയാണ് നമ്മളിപ്പോ കാണിച്ചിരുന്നത്. ഇതിന്റെ നോക്കൂ, വീൽ കപ്പ് ഇത് ഒറിജിനലാണ്. ഇങ്ങനെ കേട്ടോ. ഇതുമ്പോ സ്പെഷ്യൽ ആയിട്ട് ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ എങ്ങനെയാ തുറക്കാന്ന് നോക്കൂ. ഇങ്ങനെ തുറക്കുക. സിമ്പിളായിട്ട് നമുക്കെന്നെ അടയ്ക്കാം കേട്ടാ. പഴയ വണ്ടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് അന്നത്തെ കാലത്ത് തന്നെ ഇത്രയും ടെക്നോളജിയിൽ ഇറക്കിയിട്ടുള്ള ഒരു കാറാണ്. ഇപ്പൊ അംബാസിഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബ്ലാക്ക് അംബാസിഡറിന് വേറൊരു പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫറില് മോഹൻലാൽ ഉപയോഗിച്ച ഒരു കാറ്, മോഹൻലാൽ ഇറങ്ങി വരുന്ന ഒരു ബ്ലാക്ക് അംബാസിഡർ ഉണ്ട്. അത് ഈ മോഡലാണ് കേട്ടോ. അതുപോലെ തന്നെ ഒടിയൻ സിനിമയിലുണ്ട്. കുറെ സിനിമകളില് വിന്റേജ് കാറുകള് നമുക്ക് ഫെമിലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ഷെയ്ഡ് കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റീലിലൊരു ഇങ്ങനത്തെ ഒരു റിങ്ങില് കൊടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള നിൽക്കണ ഹെഡ് ലാമ്പാണ്. കുഞ്ഞൊരു ഇൻഡിക്കേറ്റർ ആണ്. മിന്നാമിനിങ്ങിന്റെ വെളിച്ചാണ്. ഓക്കെ, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അറിവിലോ ഏതെങ്കിലും വിന്റേജ് കാറുകൾ ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കമന്റ് ചെയ്യുക. പിന്നെ ഈ കാറിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിലോ ഞാൻ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് സൂചിപ്പിക്കാവുന്നതാണ്. പിന്നെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിന്റേജ് കാറുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് അയച്ചു കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ, സ്റ്റേ ട്യൂൺ.